അപ്പോൾ ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ബീഫ് കറിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു തക്കാളി, 2 വെല്ലുള്ളി, പിന്നെ ചെറിയ ചെറിയ വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, 2 മുളക്. അപ്പോൾ നമ്മളെ നെയ്ച്ചോറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിന്ന് കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിന്ന് ഇതൊക്കെ കൂടിയാണ് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ബീഫ് കറിക്ക് ടേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി നമുക്കൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മസാലകളൊക്കെ നല്ല ഒന്ന് കുഴച്ചെടുത്ത് നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് നല്ല വേവിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ ബീഫ് നന്നായിട്ട് തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉള്ളി തൂമ്പിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബീഫ് കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞ് നമ്മൾ നെയ്ച്ചോറിനൊപ്പം തിന്നാൻ പോവാണ്. ബീഫ് സൂപ്പർ സ്ഥലം, ഒന്നും പറയാം. സബ്സ്ക്രൈബ് ചെയ്യുക.